Hi friends, it's me Francis. കേടായ കൊതുകുപാറ്റ് കുറഞ്ഞ ചെലവിൽ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ റിപ്പയർ ചെയ്തെടുക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. നമ്മൾ ഈ കൊതുകുപാറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലൈറ്റൊക്കെ വർക്ക് ആകുന്നുണ്ട്. പക്ഷേ ഈ ബാറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ടച്ച് ചെയ്യുമ്പോൾ ഷോക്കൊന്നും വരുന്നില്ല. അപ്പോൾ അതെന്താണ് കംപ്ലൈൻറ്റ് എന്ന് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. $3.7 റീചാർജ് ബാറ്ററിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ബാറ്ററി കംപ്ലൈൻ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം മൾട്ടിമീറ്ററിൽ 4 വോൾട്ടോളം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. നമുക്ക് തിരിച്ചതിലേക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കാം. ബോർഡിൽ കംപ്ലൈൻറ്റ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ ആദ്യം ഇരിക്കുന്ന കപ്പാസിറ്ററിനാണ്. ഈ കപ്പാസിറ്ററാണ് 3.7 വാൾട്ടിനെ കൺവേർട്ട് ചെയ്ത് 2000 വാട്ട്സിലേക്ക് ഔട്ട്പുട്ട് വിടുന്നത്. ഈ കപ്പാസിറ്ററിൽ ഈ പടത്തിൽ കാണുന്നത് പോലെ എന്തെങ്കിലും ക്രാക്കോ അല്ലെങ്കിൽ കളർ മാറ്റമോ ഒക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ കപ്പാസിറ്ററിനാണ് കംപ്ലൈൻറ്റ്. അത് മാറ്റി വെച്ചാൽ മാത്രം മതി. പക്ഷേ ഈ ബോർഡിലെ കപ്പാസിറ്ററിനൊന്നും ഒരു കംപ്ലൈൻറ്റും കാണുന്നില്ല. ഇനി കംപ്ലൈൻറ്റ് വരാവുന്നത് ഇതിൻ്റെ സ്വിച്ചുകൾക്കാണ്. ഇത് നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് മാറ്റി വയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ബോർഡിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ബട്ടൺ സ്വിച്ചിൻ്റെ 2 പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇതിലേക്കുള്ള ലൈറ്റ് തെളിയുന്നുണ്ട്. കൂടാതെ തന്നെ ബാറ്റ് വർക്കാകാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡിലുള്ള കംപ്ലൈൻറ്റ് ഇതായി ചെറിയ ബട്ടൺ സ്വിച്ചിനാണ്. ഈ ഒരു ബട്ടൺ സ്വിച്ചിന് 10 രൂപയിൽ താഴെയൊക്കെയാണ് വില വരുന്നത്. നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ നിന്നും ഇത് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് അൺസോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ സ്വിച്ച് റിമൂവ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലുള്ള സോൾഡറിങ് പേസ്റ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണാം നമുക്ക് ആ പഴയ 2 ഹോൾസ് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പുതിയൊരു ബട്ടൺ സ്വിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ 2 ലെഗും സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ബട്ടൺ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ലൈറ്റ് വർക്കിംഗ് ആവുന്നുണ്ട്. കൂടാതെ തന്നെ ബാറ്റ് വർക്കാകാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കംപ്ലൈൻറ്റ് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ബാറ്റ് തിരിച്ച കവറിലേക്ക് തന്നെ ഫിക്സ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗും വെറൈറ്റിയുമായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതൊരു ഗ്ലാൻ ഫ്രാൻസിസ് സൈനിങ് ഓഫ്.